ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ലച്ചുട്ടിയുടെ ഫാമിലി എന്ന ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവാം. അപ്പോൾ ബേബി ഹൗസിൽ ഇപ്പോൾ 2 വിശിഷ്ട അതിഥികൾ വന്നിട്ടുണ്ട്. ആരൊക്കെയാണെന്നല്ലേ? ഒന്ന് ഷിയാസ്, ഒന്ന് ശോഭ. അപ്പോൾ ഇവരെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള വീട്ടിൽ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസ് അറിയിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവരെത്താറായി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ പോയി ഇവർ രണ്ടുപേരെയും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ബേബി ഹൗസിൻ്റെ വാതിക്കൽ പോയി നിൽക്കുകയാണ്. ബൊക്കയും അതുപോലെ തന്നെ പൂവും കൊടയും എല്ലാം എടുത്തിട്ടാണ് ഇവർ പോകുന്നത്. വീട്ടിലെല്ലാ അംഗങ്ങളും പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബേബി ഹൗസിൻ്റെ വാതിൽ തുറക്കുകയാണ്. തുറന്ന പാടും ശോഭയെ കണ്ടപ്പോൾ വാവ് എന്നും പറഞ്ഞുകൊണ്ട് അനു ഒച്ചപ്പാടിനൊക്കെ, അതുപോലെ തന്നെ എല്ലാ അംഗങ്ങളും കേട്ടോ. അതിനുശേഷം ഷിയാസ് വരുന്നു. ഷിയാസ് വന്നവിടെ അനുവിനെ കെട്ടിപ്പിടിക്കുന്നു. അതൊരു സ്നേഹമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുവിനോട് എല്ലാവർക്കും ഒരു പ്രത്യേക വാത്സല്യമുണ്ട്. അതിനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കും അത് തന്നെയാണ്. ഒരു എത്ര ആളുകൾ ബാഡ് കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും പക്ഷേ എല്ലാവരും ഒറ്റപ്പെടുത്തിയാലും അവൾ ഒറ്റയ്ക്ക് കളിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ അവരെ സ്വീകരിച്ചുകൊണ്ട് വരികയാണ്. അവിടെ ഒരു സ്വീകരണ മുറിയിലേക്ക് കൊണ്ടുവരും. റൂമിലെത്തുമ്പോൾ അവർക്കുള്ള ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഭയങ്കര പൊടിയാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ശോഭ തുമ്മുന്നുണ്ട്. അതിനുശേഷം അവർ സ്വീകരണ മുറിയിൽ വന്നിരിക്കുകയും അവിടെ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഷിയാസ് ഇട്ടിട്ട് എല്ലാവരും ഓരോ വാക്കുകൾ കൊണ്ട് ട്രോളുന്നുണ്ട്. ശോഭ പറയുന്നത് ഇവിടെ എല്ലാം മരവാഴകളാണില്ലേ എന്ന് ചോദിക്കുന്നു, വാഴകളാണില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ ഇവർക്കുള്ള ഓരോ തട്ടാണ് കേട്ടോ. അതിനനുസരിച്ച് അപ്പോൾ റെന പറയുന്നുണ്ട് അതിൻ്റെ കൂടെ 2 വാഴകളും കൂടി എത്തി എന്ന് റെനയും കമൻ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ സന്തോഷകരമായ ഒരു നിമിഷമായിരുന്നു. ഒരുപാട് സന്തോഷം തോന്നി ആ ഒരു ഇത് കണ്ടപ്പോൾ. അതിനിടയ്ക്ക് അവർക്ക് കുടിക്കാനുള്ള വെള്ളം കൊണ്ടേ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് മധുരം വേണ്ട, സാൾട്ട് ഇട്ടിട്ട് മതി എന്ന് പറയുന്നുണ്ട്. അത് തയ്യാറാക്കാൻ പോകുന്നുണ്ട്. അതിനുശേഷം വീട്ടിൽ കയറി ഷിയാസ് പണി തുടങ്ങി. അത്യാവശ്യം ആളുകളെയൊക്കെ ഇവർ കണ്ടുവച്ചിട്ടായിരിക്കുമല്ലോ പോകുന്നുണ്ടാവില്ല. എന്തായാലും അവിടെ എത്തിക്കഴിഞ്ഞ് ഓരോരുത്തർക്കുള്ള പണി കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വാക്കുകളിലൂടെയാണ് ആ പണികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നെവിനോട് പറയും ഡോക്ടറാണ് എന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് വേണം, എന്നാൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ നെവിൻ മാഡം BP നോക്കണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് ഭവ്യതയോട് കൂടിയിട്ട് മാഡത്തിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ഞാൻ പറയുമ്പം നോക്കിയാൽ മതിയെന്ന് ശോഭ പറയുന്നുണ്ട്. അതിനുശേഷം ലക്ഷ്മി വരുന്നുണ്ട്. ലക്ഷ്മിയോട് പറയുന്നുണ്ട് നിങ്ങളടുത്തേക്ക് വരുമ്പോൾ എനിക്ക് സ്മെല്ലടിച്ചിട്ട് എനിക്ക് തുമ്പൽ വരുന്നുണ്ട്. അതും ലക്ഷ്മിയെ ഒന്ന് ട്രോൾ ചെയ്താണെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ലക്ഷ്മിയോട് പറയുന്നുണ്ട് പോയി കുളിച്ചിട്ട് വരാൻ പറയുന്നുണ്ട്. അങ്ങനെ ലക്ഷ്മി പോയി കുളിച്ചിട്ട് വന്നു കഴിയുമ്പോൾ ഈ 10 മിനിറ്റിന് കൊണ്ട് കുളി കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നത്. എന്താ കാക്കക്കുളിയാണോ എന്നാണ് ലക്ഷ്മിനോട് ചോദിക്കുന്നത്. വീണ്ടും കുളിക്കാൻ പറഞ്ഞയക്കുന്നുണ്ട്. പുറത്ത് നിന്നിട്ട് 15 പ്രാവശ്യം എണ്ണണം എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മറ്റുള്ള വിശേഷങ്ങളുമായി പിന്നീട് കാണാം. ഓക്കെ, ബൈ ബൈ.